മൈബീസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നാട്ടിൽ വരുന്നേരം കമ്പനിക്കാരൻ്റെ പോയത് കൊടുക്കാൻ വേണ്ടി കുറച്ച് മുട്ടായി തന്നെയാണ്, അത് കൊണ്ടുകൊടുക്കണം കേട്ടോ. ഇത് സ്ഥലം വേറെ എവിടെയല്ല, നമ്മൾ ബേപ്പൂരാണ് കേട്ടോ. ജങ്കാൻ്റെ ടിക്കറ്റ് എടുത്ത് കാത്തിക്കുന്നവരുണ്ട്, ഇത് വന്നിക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് നമ്മളെ വണ്ടി കയറ്റിയത്. ജങ്കാറൂടെ എത്താലും ഓരോരുത്തർ ഭയങ്കര തിരക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്, ഓരോരുത്തരൊക്കെ ചാടിച്ചാണ് കൊണ്ടുപോകുന്നത് ബൈക്കൊക്കെ. ഇതിൻ്റെ അപ്പുറം ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ മേലെ കയറി നിന്ന് തുള്ളുന്നതൊക്കെ കാണുന്നുണ്ട്. ഞാനാദ്യം വിചാരിച്ചേ ഇതിൽ വലിയ വണ്ടിയൊന്നും പോരാന്നാ. നോക്കുമ്പോണ്ട് ഒരു ട്രാവലർ ഇറങ്ങി വരുന്നു. ഇത്ര വലിയ വണ്ടിയൊക്കെ ഇതിൽ പോകുന്നുള്ളത് ഇപ്പോഴായിട്ട് അറിയുന്നത്. വണ്ടിയെല്ലാം കാലിയായി. അങ്ങനെ നമ്മളെ വണ്ടി കയറ്റാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നവരാണ് ബൈക്കരാദ്യം കയറ്റി. ബൈക്കരെല്ലാവരും കയറി. പിന്നെ ഒരു 3-4 വണ്ടി കയറ്റുമ്പോഴത്തേക്കുന്നെ ജങ്കാറ് ഫുള്ളായി കിട്ടോ. പിന്നെ അടുത്ത ട്രിപ്പിനായിട്ട് കട്ട വെയിറ്റിങ്, അവിടെ എവിടെയും തിരിഞ്ഞു കളിച്ച് ഇങ്ങനെ നിൽക്കുക. ഫസ്റ്റ് ട്രിപ്പ് പോയാലാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അങ്ങേപ്പുറം ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് ജസ്റ്റ് സാധനം കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. വണ്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വണ്ടി അങ്ങനെ മെല്ലെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഇങ്ങ് പോകുന്നു. അങ്ങനെ വർത്താൻ പറഞ്ഞിരുന്ന് അതിൻ്റെ അടുത്തൊരു ബീഡിത്തം പറ്റി. അർഷാദ് എന്നോട് ചോദിച്ചാൽ മുട്ടായിയുടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് ഓർമ്മ വന്നത്, അല്ല മുട്ടായി എടുത്തില്ലല്ലോ. വേഗം വണ്ടി പറിച്ച് കാറിൽ പോയിട്ട് മുട്ടായി എടുത്ത് തിരിച്ചു വന്നു. അങ്ങനെ എല്ലാ വണ്ടിക്കാരെയും ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ പുറപ്പെടാനുള്ള പരിപാടിയാണ് മക്കളെ. അങ്ങനെ കുത്തിക്കൊള്ളിച്ച് കുറച്ചാൾക്കാരെ ബാക്കി വെച്ചിട്ട് ജങ്കാറ് പോക്ക് തുടങ്ങി. എന്തിനാലും ഇതിൽ പോകാൻ പറയുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെ, നല്ല രസമുണ്ടായിരുന്നു. രാശി എന്താ പറയുക വെച്ചാൽ ഉള്ളിലേക്ക് കയറിപ്പോണ്ട, പെമ്പത്തേക്ക് 4 പേർ ഇറങ്ങിപ്പോവാന്ന്. ഏതായാലും ജങ്കാർ കയറിയല്ലേ, കുറച്ച് ഫോട്ടോ എടുക്കുമെന്ന് അഫ്സലിനോട് മെല്ലെ സോപ്പിട്ട് ചോദിക്കാം. അങ്ങനെ ഓണം ഓക്കെ പറഞ്ഞു. ഇവിടുന്ന് വീണാ പ്രശ്നമില്ലാന്നാ കോമ്പ അറിയുന്നത്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകും, അതാണ് പ്രശ്നം. അങ്ങനെ ഇക്കരയിൽ നിന്നും അക്കരെ എത്തിയ സ്ഥിതിക്ക് ചാടി പഠിച്ച് സാധനം കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. സാധനം കൊടുക്കാനുള്ള കൊടുത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു ടിക്കറ്റ് എടുക്കണോ വേണ്ടേ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ആശാൻ പറഞ്ഞ ടിക്കറ്റൊന്നും കുഴപ്പമില്ല, തൽക്കാലം പോരിന്ന് പറഞ്ഞങ്ങ് പോന്നു. നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കണ്ട വിചാരിച്ചിട്ട് ഇപ്പോൾ സൈഡിൽ നിന്ന് കേട്ടോ ഫോട്ടോ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ആകാശവും വെള്ളവും അടിപൊളി. ഇന്നത്തെ വീഡിയോ കൂടെ കഴിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഒരാളുടെ ബൈക്ക് ചാട്ടാക്കി ഇപ്പം ചാടുന്ന തോന്നും. ചേട്ടാ ചാടല്ലേ?